അവൻ പിന്നാലെ ചെന്നു. ആമേൻ. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വിടുതലാണ്. എന്താ അവിടെ കാണുന്നത്? ആമേൻ. ദൂതൻ മുഖാന്തിരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണുന്നു എന്ന് നിരൂപിച്ചു. എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ നടന്നു കഴിഞ്ഞു. പക്ഷെ പത്രോസ് പറയുന്നത് വിടുതൽ നടന്നില്ല, ഇത് യാഥാർത്ഥ്യമല്ല, പിന്നെ ഇതെന്താ, ഇതൊരു സ്വപ്നമാണ്, ഇതൊരു ദർശനമാണ് എന്ന് ആമേൻ സ്തോത്രം അദ്ദേഹം ആമേൻ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ നമുക്ക് വീണ്ടും പത്രോസിന്റെ വാക്കുകളെ കേൾക്കുവാൻ കഴിയും. ഒന്ന് വായിക്കാം. ആമേൻ. 9-ാം വാക്യത്തിൽ ആമേൻ പത്രോസ് പറയുകയാണ്, ഇതൊരു സ്വപ്നമായിരുന്നത് പോലെ എനിക്ക് തോന്നി. എന്നാൽ 11-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ദൈവം എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായും അറിയുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം, ഒരു ദൂത് പറയാം. ആമേൻ. ദൈവത്തിന്റെ വിടുതൽ എന്നും സ്വപ്നമായിട്ടല്ല. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനൊരു സഭയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ. അവ എന്നും ഒരു സ്വപ്നമായി, എന്നും ഒരു ദർശനമായി, എന്നും സ്വപ്നം കാണുന്നവനെ പോലെയല്ല. ഒരു ദിവസം ദൈവം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പത്രോസിന് അത് യാഥാർത്ഥ്യമായി തോന്നിയത് അതല്ലെങ്കിൽ ആ വിടുതൽ സ്വപ്നമല്ല, ഇത് സംഭവമാണ്, ഇത് സംഭവിച്ചതാണ്, എന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചതാണ്, ഇത് ഞാനിപ്പോ വാസ്തവമായും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആരോ പറഞ്ഞു കേട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ ആമേൻ ഉറങ്ങിപ്പോയപ്പോൾ കണ്ട സ്വപ്നമല്ല. ആമേൻ. പത്രോസിന് മനസ്സിലായി ഇത് വാസ്തവമാണ്. എന്താ? ദൂതനെ ദൈവം അയച്ച് വാസ്തവമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ വിടുവിച്ചിരിക്കുന്നു. കർമ്മീയത്തിന് സ്വതന്ത്രം ചെയ്യാമോ? പോയി ഒരു പോകാൻ വേണ്ടി ഇറങ്ങിയത് സ്വതന്ത്രം നീ എന്നെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പൊ അതുവരെ പത്രോസ് പറഞ്ഞു, ഇത് വിടുതൽ യാഥാർത്ഥ്യമല്ല, ഇതൊരു സ്വപ്നമാണ്, ഇതൊരു ദർശനമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് പിടിക്കപ്പെട്ട യാക്കോബിനെ ഈ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. എനിക്ക് മുമ്പ് ഒരുത്തൻ ആമേൻ ഇവരുടെ വലയിൽ അകപ്പെട്ടു, ഇവരുടെ നിയമത്തിന് മുമ്പിൽ അകപ്പെട്ടു, അവൻ എന്ത് ചെയ്തു? നിയമം കൊന്നുകളഞ്ഞു. അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു വിടുതൽ സംഭവിക്കുകയില്ല. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എത്ര സന്തോഷമാണ് പകൽക്കാലം. ഹല്ലേലൂയ. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. ആമേൻ. ഇതൊരു സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയാ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, ആമേൻ, പിന്നിൽ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ ആമേൻ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ സഭ പ്രാർത്ഥിക്കുന്ന സഭയായി മാറണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. സ്വതന്ത്രം പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ? ആമേൻ. ചില സ്വപ്നങ്ങളെ ദൈവം യാഥാർത്ഥ്യമാക്കി തരും. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, കഴിഞ്ഞ നാളുകൾ ജീവിതത്തിന് മുമ്പിൽ സ്വപ്നം കാണാൻ തുടങ്ങിയ വിഷയങ്ങൾ, ആഗ്രഹിക്കാൻ തുടങ്ങിയ ചില വിഷയങ്ങൾ, ആമേൻ സ്വതന്ത്രം ഇതൊന്നും നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ആമേൻ ജീവിതത്തിൽ ഒരു സ്വപ്നമായി, ഒരു ദർശനമായി മാത്രം കണ്ടുകൊണ്ട് ദൈവവേദനയെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് മകൾക്ക് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിനകത്തൊരു സ്വപ്നമായിട്ട് നിൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അത് നിന്റെ ജീവിതത്തിൽ ഒരു ദർശനമായി മാത്രം അവസാനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമായ വിടുതലിലേക്ക് വിരച്ചൂടുക. ഇത് മകൾക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മകൾക്കാലമാ. എത്ര വിശ്വസിക്കും? ഇതൊരു സ്വപ്നമല്ല, ഈ വിടുതൽ എനിക്കൊരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. എത്ര ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പത്രോസിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. പത്രോസ് തടവറയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. തടവറ. തന്റെ ചുറ്റുപാടുകൾ, തന്റെ പരിസ്ഥിതി വളരെ മോശമാണ്. തന്റെ ചുറ്റുപാടുകൾ വളരെ മോശമാണ്. സ്വതന്ത്ര ബന്ധനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ മാത്രം തന്റെ മുൻപിലുണ്ട്.
നാല് ഭാഗത്ത് തന്നെ ബന്ധിച്ചൊടുക്കെ കാവൽക്കാർ തന്നെ കാത്തു നിൽക്കുകയാണ്, രക്ഷപ്പെടുത്തുവാൻ അനുവദിക്കാതെ വണ്ണം. ആമേൻ സ്തോത്രം. നാല് ഭാഗം ഒരുപോലെ അടച്ചു കെട്ടിയ പ്രതികൂലത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോയ പത്രോസിന് ആമേൻ ദൈവം വിടുതല ഏച്ചപ്പോൾ അതൊരു സ്വപ്നമായിട്ടല്ലാതെ മനസ്സിലാക്കുവാൻ പത്രോസിന് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. ഞാൻ പറയുന്നു, ഇത് യാഥാർത്ഥ്യമല്ല, ദൂതൻ മുഖാന്തരം സംഭവിച്ചത് ഞാൻ ഒരു ദർശനമെന്നാ കരുതിയത്. പക്ഷെ ഇപ്പോൾ എനിക്കും അറിയാം, വാസ്തവമായി ഞാൻ അത് തിരിച്ചറിയുന്നു. ആ പദത്തിന് വളരെ അർത്ഥമുണ്ട്. വാസ്തവമായും ഞാൻ തിരിച്ചറിയുന്നു, ഇത് ദർശനമല്ല, ഇത് ദൈവത്തിന്റെ വിടുതൽ തന്നെയാണ്. പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അസാധ്യമെന്ന് നിന്റെ ബുദ്ധി പറയുമ്പോൾ, അസാധ്യമെന്ന് മനുഷ്യൻ വിലയിരുത്തുമ്പോൾ, സാധ്യമല്ല എന്ന് നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ നിന്നോട് മന്ത്രിക്കുമ്പോൾ, അസാധ്യമെന്ന് പിശാച് നിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ, ഇന്ന് മുതൽ ആത്മാവിൽ വിളിച്ചു പറയാമല്ല. അവൻ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ അവൻ ലോകം അസാധ്യമെന്ന് പറയുന്നത്, മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നത്, അവന്റെ ചുറ്റുപാടുകൾ അസാധ്യമെന്ന് പറയുന്നത്, പിശാച് അസാധ്യമെന്ന് നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത്, ഇന്ന് വിശ്വാസത്തോട് വിളിച്ചു പറയാം, വാസ്തവമായും ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? ഞാൻ അനുഭവിച്ചറിയുന്നു. ഇത് ദർശനമല്ല, ഇത് ദൈവത്തിന്റെ വിടുതലാണ്. ഹല്ലേലൂയ. ഇത് യാഥാർത്ഥ്യമായി മാറുമ്പോൾ എന്റെ കൈമേലുള്ള ചങ്ങലകൾ സ്വതവേ അഴിഞ്ഞു വീഴും. ഇത് യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഈ തടവറയ്ക്കകത്തു നിന്ന് ഞാൻ പുറത്തേക്ക് വരാം. ഇത് യാഥാർത്ഥ്യമായി മാറുമ്പോൾ എന്റെ മുൻപാകെ അടയപ്പെട്ട കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ട്. അവരെ ചില തടവറകളിൽ നിന്ന് പുറത്തു നീ വരും. ലോകമൊരു തടവറയാ, ശാപമൊരു തടവറയാ, കടബാധ്യതകളൊരു തടവറയാ, അവൻ അസമാധാന തടവറയാ, നിരാശയൊരു തടവറയാ. ഇന്ന് പകൽക്കം ദൈവമായി ഞാൻ വിളിച്ചു പറയാ, അവയെ വിടുതൽ യാഥാർത്ഥ്യമായി നീ തിരിച്ചറിയുമ്പോൾ നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന നിരാശയുടെ തടവറ, ശാപത്തിന്റെ തടവറ, കടബാധ്യതയുടെ തടവറ, രോഗത്തിന്റെ തടവറ, ഇതിനകത്ത് അകപ്പെടുവാനല്ല, ഇതിനകത്ത് നിന്ന് ദൈവത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരാം. വിശ്വസിക്കുന്ന ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. Praise the Lord. Amen. അത് യാഥാർത്ഥ്യമാകുമ്പോൾ, ദൈവത്തിന്റെ വിടുതൽ യാഥാർത്ഥ്യമാകുമ്പോൾ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു സ്വപ്നമായി നിന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു? വാസ്തവമെന്നറിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ കാരാഗൃഹത്തിനകത്തല്ല, ഞാനിപ്പോൾ തടവറയ്ക്കകത്തല്ല. ഇന്ന് പകലിൽ നിന്റെ തലമുറകളെ ബന്ധിക്കുന്ന ചില തടവറ, അവരുടെ ഭാവിക്ക് വിരോധമായി, അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, അവയെ ശത്രുവാകുന്ന അതിന്റെ അകത്തലങ്ങളിൽ ഒടുക്കി ഒരു തടവറയ്ക്ക് തുല്യമാക്കി മാറ്റിയ അവയെ ചില വേദനയുടേതായ അവയെ പശ്ചാത്തലങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വിരാമമിട്ടുകൊണ്ട് അവയെ മറ്റൊരു തലത്തിലേക്ക് ദൈവം അവയെ നിന്നെ കൊണ്ടുവരുത്തുന്ന ദിവസം വിദൂരമല്ല. അവയെ തടവറയ്ക്കകത്തിടണം. പ്രാർത്ഥനാലയത്തിന്റെ മധ്യത്തിൽ ദൈവം നിർത്തിയെങ്കിൽ, ആലയത്തിന്റെ മധ്യത്തിൽ ദൈവം നിർത്തിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിർത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, അത് എന്നും നിന്റെ ജീവിതം തടവറയല്ല, എന്നും നിന്റെ ജീവിതം കാരാവേദ തുല്യമല്ല, എന്നും നിന്റെ ജീവിതം അടച്ചു കെട്ടിയതിനകത്തല്ല. ദൈവം നിന്റെ പുറത്ത് കൊണ്ടുവരും. എത്ര വിശ്വസിക്കുന്നവരുണ്ട്? എന്റെ തടവറയ്ക്ക് വിരാമമിടുകയ, എന്റെ തടവറ താൽക്കാലികമാ, എന്റെ തടവറ താൽക്കാലികമാ. ഇന്ന് പകൽക്കാലം ഈ തടവറ താൽക്കാലികമായിരിക്കുകയാ. ഇത് പൊട്ടി മാറാം. ഈ തടവറയിട്ട് ഞാൻ പുറത്ത് വരാം. എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറും. എന്റെ ദർശനം യാഥാർത്ഥ്യമായി മാറും. എന്റെ യാഥാർത്ഥ്യമായ ദൈവിക വിടുതലിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവം എന്നെ കൊണ്ടുവരും. തലമുറകളെ ബന്ധിക്കുന്ന ഭാവിയെ ബന്ധിച്ച അവൻ ആ തടവറകളെ
ഇന്ന് പകൽക്കാലം അവയെ പുറത്തേക്ക് വരുവാൻ അസാധ്യമെന്ന ബുദ്ധി പറഞ്ഞത്, അസാധ്യമെന്ന കൂട്ടുകാർ പറഞ്ഞത്, അസാധ്യമെന്ന മനുഷ്യൻ പറഞ്ഞത് അവൻ ഇന്ന് പകൽക്കാലം സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ ദൈവ പൈതൃകത്തിൽ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം അതിനെ വിടുവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ ശ്രദ്ധിക്കാം. പത്രോസ് പറയുന്നത്, ഞാനൊരു സ്വപ്നമെന്ന് കരുതി, ഞാനൊരു ദർശനമെന്ന് കരുതി, ഞാൻ സ്വപ്നമെന്ന് ചിന്തിച്ചപ്പോൾ, ഞാൻ ദർശനമെന്ന് കരുതിയപ്പോൾ ഞാൻ കിടന്നത് തടവറയ്ക്കകത്താണ്. പക്ഷേ ഇത് സ്വപ്നമല്ല. ആ സ്വപ്നം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി അത് ഞാൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, ഇപ്പോൾ ഞാൻ തടവറയിലല്ല, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മധ്യത്തിലാണ്. അതൊക്കെ മനസ്സിലായാതുകൊണ്ട് ഹല്ലേലൂയ. ഒരു തടവറ പോലുള്ള ജീവിത പശ്ചാത്തലങ്ങളുടെ ഉള്ളിൽ കിടന്ന് വേർപ്പുമുട്ടി ജീവിതം അവസാനിപ്പിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. നോക്കിക്കാണുവാൻ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നിരിക്കാം, സാധ്യതകൾ അസ്തമിച്ചു പോയില്ലെന്ന് തോന്നാം, അവയെ ചുറ്റുപാടുകൾ പ്രതികൂലമായെന്ന് തോന്നാം, അവയെ നിയമങ്ങളും നിയമസംഹിതകളും നിനക്ക് വിരോധമായി എഴുന്നേറ്റെന്ന് വരാം. അവനെ ഇന്ന് പകൽക്കാലം സാധ്യങ്ങളെ അവയെ സാധ്യമാക്കി നിന്റെ തലമുറകളെ അവൻ പഠിപ്പിച്ച അതിനെ ഭേദിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുക. അവൻ ഇന്ന് അവയെ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയാ നിന്റെ തലമുറക്കകത്തവനൊരു ദൂതരയക്കുകയാ. അവയെ ദൂതരയാകിയ പിന്നെ തലമുറക്കകത്ത് നിനക്ക് സ്ഥാനമില്ല. ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവர்கள் നിങ്ങളുടെ അവരെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ വളരെ വലുതാണ്. എന്തിനാ തടവറയ്ക്ക് ഒതുക്കിയത്? യാക്കോബിനെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുവാൻ, ഒരു യാക്കോബിനെ പരാജയപ്പെടുത്തിയതുപോലെ നിന്നെയും പരാജയപ്പെടുത്തുവാൻ. പരിശുദ്ധനെ വിളിച്ചു പറയാം, ചിലതിനെ പിശാചി വിരൽ ചൂണ്ടിക്കാണിച്ചേച്ച് നിന്നോട് പറയൂ, അവൻ തകർന്നതുപോലെ നീയും തകരും, അവൻ ഇല്ലാതെയായതുപോലെ നീയും ഇല്ലാതെയാകും. അവന്റെ അവസ്ഥ കണ്ടോ, അവൻ നശിച്ചത് കണ്ടോ, അവൻ രോഗിയായി മരിച്ചത് കണ്ടെന്ന് പറഞ്ഞ പിശാച് അവൻ ചിലതിനെ വിരൽ ചൂണ്ടി വിളിച്ചു കാണിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പറയണം, തടവറയ്ക്കകത്താണെങ്കിൽ എന്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ട്, എന്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ ഒരു ദൈവജനമുണ്ട്. അവരുള്ളടിത്തോടെ കാലം പിശാചേ, ഈ തടവറ എന്റെ അന്ത്യമല്ല, ഈ തടവറ എന്റെ താൽക്കാലികമാണ്. കൂടുതൽ യാഥാർത്ഥ്യമാകുമ്പോൾ തടവറകൾ താൽക്കാലികമായി മാറുകയാണ്. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2 പത്രോസ് പറഞ്ഞു, ഞാനിപ്പോൾ വാസ്തവമായും അറിയുന്നു, ദൈവം എന്നെ വിടുവിച്ചു. എവിടെ നിന്നാണ്? എന്നെ തടവറയ്ക്കകത്ത് വെറുതെ ഇട്ടിരിക്കുകയല്ലായിരുന്നു, അവയെ ചങ്ങലകൾ കൊണ്ട് എന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടിരുന്നു. സ്തോത്രം. എന്റെ ബന്ധനങ്ങൾ അഴിയുവാനിടയാ, എന്റെ ബന്ധനങ്ങൾ അഴിയുവാനിടയായി. വിടുതൽ യാഥാർത്ഥ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശത്രു എന്നെ കെട്ടി ഒതുക്കിയ അവൻ ഇനി പുറത്തേക്ക് വരാതിരിക്കുക, ഇനി സുവിശേഷം എഴുതാതിരിക്കുക, ഇനി വചനം എഴുതി നിൽക്കാതിരിക്കുക, പിശാച് കെട്ടി ഒതുക്കിയ കെട്ടുകളെ സ്വർഗം അഴിച്ചു മാറ്റുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരഴിച്ചു മാറ്റിയ? ദൂതനാണോ? അല്ല. പിന്നെ സഭയിലെ പാസ്റ്ററാണോ? അല്ല. പിന്നെ കൃപയുള്ള അഭിഷിക്തന്മാരാണോ? അല്ല. പിന്നെ സ്റ്റേജിളക്കി പാസ്റ്റർമാരാണോ? അവരും അല്ല. പിന്നെ എങ്ങനെയാ അഴിഞ്ഞ്? ആരും അഴിച്ചില്ല, അഴിഞ്ഞതാണ്. ആ ഭാഗത്ത് നിങ്ങൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അവൻ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ അവന്റെ കൈമേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. നീ ഉണരാൻ തയ്യാറായാൽ അന്നേരം ചങ്ങലകൾ അഴിയും. ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ നീ ഉണർന്നാൽ ചങ്ങല അഴിയും, ആരാധനയിൽ നീ ഉണർന്നാൽ ചങ്ങല അഴിയും, ആത്മീയ ജീവിതത്തിൽ ഉണർന്നാൽ ചങ്ങല അഴിയും. ഉണരാതിരിക്കുന്നിടത്തോളം കാലം ഈ കെട്ടുകെട്ടായിട്ട് തന്നെ കിടക്കും. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ദൈവദാസന്റെ ഒരു പ്രസംഗ ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. സത്യമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നത്,
21 ദിവസത്തെ ഉപവാസം വയ്ക്കും. 1-ാമത്തെ ദിവസം വരുന്ന ദൈവദാസൻ പറയും, ഇന്നാണ് വിടുതൽ, ഇന്നാണ് വിടുതൽ. പുള്ളി ശുശ്രൂഷിച്ച് കടന്നുപോയി. അടുത്ത 2-ാമത്തെ ദിവസം വേറൊരാൾ പറയും, പുള്ളിക്കാരൻ വന്ന് പറയും, ഇന്നാണ് വിടുതൽ. അപ്പൊ ഇന്നലെ 3-ാമത്തെ ദിവസം വരുന്ന ദൈവദാസൻ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറയും, പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വിടുതൽ. അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് ഇന്നലെ മെനഞ്ഞാന്ന് ഡാൻസ് ചെയ്തു, ഇന്നലെ മെനഞ്ഞാന്ന് കൈയടിച്ച് ബഹളം ഉണ്ടാക്കി. അല്ല, നീ ഉണരാതിരിക്കുന്നിടത്തോളം കാലം കെട്ട് തന്നെ. മനസ്സിലായില്ല? ഡാൻസ് കളിക്കുന്നതാണോ ഉണർവ്? തമ്പേറടിച്ച് കീറുന്നതാണോ ഉണർവ്? അല്ല. പിന്നെ സ്റ്റേജിൽ കടന്ന് തുള്ളി സ്റ്റേജിന്റെ കാലും മുട്ടവും ആമ ഇളകി വീണ് സ്റ്റേജ് തലകുത്തി വീഴ്ത്തി, ഇതാണോ ഉണർവ്? അല്ല. ഉണർവ് വരേണ്ടത് നമ്മുടെ ഉള്ളിലാ ഉണർവ് വരേണ്ടത്. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ ചോദിക്കുന്നു. അത് ആമേ ആരാധനയൊന്നും വെളിപ്പെടാത്തോണ്ടാ പാസ്റ്ററെ ഉണർവ് വരാത്ത. അല്ല, കാരാഗ്രഹത്തിനകത്ത് ഒറ്റയ്ക്ക് കിടന്ന പത്രോസ് ഉണർവ് വന്നെങ്കിൽ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ടായിരുന്നു. അവന്റെ ജീവനെ നേരത്തെ എടുത്തു. യാക്കോബിനെ വാട് കൊണ്ടുവന്നു. കൂടെ പ്രവർത്തിക്കാൻ ആളില്ല. ഒറ്റപ്പെട്ടവനായി തടവറയ്ക്കകത്ത് കിടക്കുന്ന പത്രോസിനോട് പത്രോസ് പറയും, ഇവിടെ ഉണർവ് വരുത്താൻ ആരും വന്നില്ല, കൈയടിക്കാൻ പറയാൻ ആരുമില്ല, പാടാൻ പറയാൻ ആരുമില്ല. പക്ഷേ എഴുന്നേൽക്കാൻ പറഞ്ഞ ആലോചന ദൈവം തന്നു. ആലോചന കേട്ട് ഞാൻ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ എന്റെ ചങ്ങലകൾ എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാതെ വരുന്നവരെല്ലാം പറയും, ഇന്നാണ് വിടുതൽ, നാളെയാണ് വിടുതൽ, മറ്റന്നാൾ വിടുതൽ. അടുത്ത മാസം 21-ാം തീയതി നിന്റെ ബന്ധനം അഴിയും. അടുത്ത 6-ാം മാസം 9-ാം തീയതി നിന്റെ തലമുറയ്ക്ക് ഒരു തെക്ക് നിന്നൊരു ചെറുക്കം വരും. ഇത് കേൾക്കുമ്പോ നമുക്കൊരു കുളിരും തെക്ക് നിന്നുള്ള ചെറുക്കനെ കാത്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു വെകിളി ഉണ്ടാകും. അത്രയല്ല, ഒരു കുളിരുണ്ടാകും. അതിനപ്പുറത്തൊന്നും ഇല്ലെന്നേ. ആകെ സ്തോത്രം. നല്ലത് നടക്കണമെങ്കിൽ നിന്റെ അകത്തൊരു ഉണർവ് വെളിപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? ആമേ സ്തോത്രം. അകത്തൊരു ഉണർവ് ഉണ്ടാകണം. അതില്ലാതിരിക്കുന്നിടത്തോളം കാലം എന്നും കുന്നും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. സ്തോത്രം സ്തോത്രം. പാട്ടിന് വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമില്ല. പാസ് വന്നപ്പോഴും പാടുന്ന പാട്ട് ഏതാ? ദുഃഖത്തിന്റെ പാനപാത്രം. പ്രത്യാശയുടെ വല്ലതും പാടുണ്ടോ? ഇല്ല. അവസാനം പാടുന്ന പാട്ട് അതിനേക്കാൾ നിരാശ തോന്നുന്ന പാട്ടാണ്. ഇല്ലേ? ഞാൻ അത് ഇങ്ങനെ പറയാറുണ്ട്. രക്ഷിക്കപ്പെട്ട് വരുമ്പോ നമ്മൾ പാടുന്ന പാട്ടാണ്, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ പാടും, ആത്മസന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ. സ്നാനമൊക്കെ എടുത്ത് വന്നപ്പോൾ പാടുന്ന പാട്ട്, ആത്മസന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ പാടും, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ. അങ്ങനെ ഒരു 10-20 കൊല്ലം ദുഃഖത്തിന്റെ പാനപാത്രം ചുമന്നുകൊണ്ട് പോയി അവസാനം ലാസ്റ്റായിട്ട് എഴുന്നേറ്റിരുന്ന് പാടും, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ. 20 കൊല്ലത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒടുക്കം പാടി അന്നേരം മനസ്സിലായത് ജീവിതം ഇന്നും ശരിയായിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ലിക്വിഡായിട്ടൊക്കെ പാസ്റ്റർമാർ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ലെങ്കിൽ ഉള്ള ദുരാത്മാവിനെ മുഴുവനും ഹോൾസെയിൽ ആയിട്ട് കൊണ്ട് നിന്റെ മണ്ടയ്ക്ക് കെട്ടി വെച്ച് തരും. ഇത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്നിരുന്നിട്ടുള്ള. മനസ്സിലാകുന്നുണ്ടോ? ആമേ സ്തോത്രം. ഒരുപാട് ഊടായിപ്പുണ്ടെന്ന് ഉണ്ടാക്കുന്ന ഒരുപാടുണ്ട്. ഇടയ്ക്കൊരു ആമേ സ്തോത്രം കത്തോലിക്ക പുരോഹിതനാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഏത് വകുപ്പാണെന്ന് അറിഞ്ഞില്ല. ഒരു പെൺകുട്ടിയെ വിളിച്ച് ചേർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക, എവിടെയാ വീട്, ആമേ സ്തോത്രം, ആമേ എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ തിരക്കി പുള്ളിക്കാരി ആമേ സ്തോത്രം മറുപടി എല്ലാം പറഞ്ഞു. ഒടുവിൽ ആ പാസ്റ്റ് ചോദിക്കുന്നു, ഏത് ചെവിയാ കേൾക്കാത്തേ? ഇതാണോ? പുള്ളിക്കാരി പറയാം, 2 ചെവിയും. ഏത് ചെവിയാ കേട്ടൂടാത്തെ? ഇതാണോ? പുള്ളിക്കാരി പറയാ 2ഉം കേട്ടൂടാ. പിന്നെ ഇതെങ്ങനെ നീ കേട്ടു?
ഉടായ്പ കാണിക്കുമ്പോ ആലോചിച്ചിട്ടൊക്കെ കാണിക്കണ്ടേ? പൊതുജനം വിഡ്ഢികളല്ലെന്ന് മനസ്സിലാക്കണം. അല്ല, മനസ്സിലാക്കുന്നുണ്ടോ? പുള്ളിക്ക് ആരോപാട് ചീറ്റിക്കൊള്ളതായി. ഈ പറഞ്ഞു കേൾപ്പിച്ച് കാശൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് പറയേണ്ട രീതിക്കൊക്കെ പറഞ്ഞിരിക്കണം. കൈയടിക്കേണ്ടത് എങ്ങനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരുത്തണം. അല്ലെങ്കിൽ പണി വാങ്ങിപ്പോകും. ഇതുപോലെ മനസ്സിലാകുന്നുണ്ടോ? പഴയ കാലമല്ല. ഇന്ന് ചെറുതായിട്ടൊരു തുരുമ്പ് കിട്ടിയാൽ മീഡിയ ഏറ്റെടുക്കാൻ കൊണ്ട് നടക്കും. കേട്ടത് ഇന്ന് നിറവേറിയോ? ഇല്ല. കണ്ടതെത്ര ചാടി നമ്മൾ. എത്രയോ പ്രവാചകന്മാർ വന്ന് പറഞ്ഞു വാലല്ല തലയാ. ഇവിടെ വാലായിരുന്നിട്ട് സഹിക്കാൻ മേല, പിന്നെ തലയായാൽ പറയേണ്ട കാര്യമുണ്ടോ? വാലുമാകണ്ട, തലയാകണ്ട. ആമേ സ്തോത്രം. നമ്മൾ അതിനെ തകർക്കണം, അല്ലേ? കർത്താവ് പറയുന്നത് പാമ്പിനെയും തേളനെയും ശത്രുവിന്റെ പാമ്പിന്റെ വിഷം എവിടെയാ? തലയില്. തേളന്റെ വിഷം എവിടെയാ? അപ്പൊ വാലും തലയുമായി. ഇതിനെ അങ്ങ് തകർത്താൽ മതി. ഇതൊന്നും വരുമ്പോ നമുക്കൊരു ഉണർവ് വരില്ലെന്ന് എനിക്കറിയാം. നമുക്കിഷ്ടം തുള്ളൽ, കുഞ്ഞൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളലും പരാക്രമവും പരവേശം. അവസാനം കഥച്ച് എവിടെയെങ്കിലും ഈ ചാരി ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആത്മാവിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കുന്നത്. പാസ്റ്റർ പറഞ്ഞ കേട്ടോ, വീഴുന്ന ഒരു മരം. ഇതെന്നാ മരമാണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. വീഴുകയും വീഴ്ത്തുകയും ചെയ്യുന്ന ആത്മീയതകളൊന്നും അല്ല ആത്മീകം. മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു സന്തോഷം. കൊച്ചിന്റെ തലയിൽ കൈ വെച്ച് അടുത്ത മാസം 10-ാം തീയതി കല്യാണം നടക്കുമോ? പിന്നെ പുള്ളിക്കനെ പോലെ കൃപ. കല്യാണം നടന്നോ? നടന്നേച്ചു വാ. പുള്ളിയെ കുറിച്ച് നല്ല കാര്യം പറ. ഭൂതമെന്നേ പറയാനുള്ളൂ. നീ എഴുന്നേൽക്ക്, നീ വേഗം എഴുന്നേൽക്ക്. പത്രോസ് പറയാ 2 ദിവസം കൂടെ ഉറക്കശീലമാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഹേരോദാവിന്റെ വാട് നിന്റെ തലയും കൊയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് വേഗം എഴുന്നേൽക്ക്. ആലോചന കിട്ടി ചാടി എഴുന്നേറ്റ ഉടനെ കൈമേൽ നിന്ന് ചങ്ങല അടിച്ചു വീണു. ഞാനാണ് അവിടെ ചെന്നിരുന്നെങ്കിൽ ഞാൻ പത്രോസിനോട് പറയുന്നു, പത്രോച്ചാ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 7 ദിവസം ഇരുന്ന് ഈ ചങ്ങല പൊട്ടിച്ചേച്ചേ ഞാൻ പോകുള്ളൂ. നമുക്കൊരു 7 ദിവസമെങ്കിലും വേണം ഈ ചങ്ങലകൾ അഴിയണമെങ്കിൽ. എന്റെ പൊന്ന സഹോദര സഹോദരി, നിന്റെ ബന്ധനം അഴിയണമെങ്കിൽ 7 അല്ല 90 ഇരുന്നാലും അഴിയത്തില്ല. പക്ഷെ ഒരു നിമിഷം വചനം കേട്ട് ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ ആ സെക്കൻഡില് നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. അപ്പൊ നീ പറയും സ്വപ്നമല്ല. മറ്റേ പ്രവാചകൻ തലയെ കൈ വെച്ച് പറഞ്ഞതും കേട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുക. വരും. തെക്കുന്നൊരു ശക്തൻ വരും. കാത്തുകാത്തിരിക്കുക. കിഴക്കുന്ന വിദ്വാത്മാവ് വന്നതുപോലെ നീ ഉണ്ണിവശികായല്ലേ വീണ് നമസ്കരിക്കാൻ തെക്കുന്നു വരാൻ വരത്തില്ലെന്നേ. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് നിന്റെ മുമ്പിൽ സമയത്തിൽ വെളിപ്പെടും. അതിന്റെ പുറകെ നീ പോകണ്ട. നീ തമ്പുരാന്റെ പുറകെ പോയാൽ നന്മയും കരുണയും നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതൽ സ്വപ്നം കാണുന്നവരെ പോലെ കാണരുത്, യാഥാർത്ഥ്യമായി തിരിച്ചറിയണം. പത്രോസ് ഉണർന്ന ഉടനെ അവന്റെ കൈമേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനയാ. വിടുതൽ യാഥാർത്ഥ്യമാകുമ്പോൾ തടവറയിൽ നിന്ന് നീ പുറത്തു വരും. വിടുതൽ യാഥാർത്ഥ്യമാകുമ്പോൾ നിന്റെ ചങ്ങലകൾ അഴിയപ്പെടും. വിടുതൽ യാഥാർത്ഥ്യമാകുമ്പോൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ സ്വതവേ തുറക്കപ്പെടും. എത്ര വിശ്വസിക്കുന്ന പകൽക്കാലം ഇതൊരു ഇളക്കപ്പെരുപ്പമുണ്ടാക്കാൻ പറയുന്നതല്ല. ഇത് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല. ദൈവാത്മാവിന്റെ ശക്തിയോട് ഞാൻ വിളിച്ചു പറയാം, എന്റെ ജീവിതത്തിന് മുൻപാകെ കഴിഞ്ഞ നാളുകളിൽ അടയപ്പെട്ട് കിടന്നിട്ട് ഇതുവരെ തുറന്ന മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ആര് ശ്രമിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ഈ നമ്മൾ തുറക്കപ്പെടാതെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകള് അങ്ങനെ ഉണർന്ന് എഴുന്നേൽക്കാൻ തയ്യാറായ അനുസരിക്കാൻ തയ്യാറായ ഇതോടെ ആത്മാവിൽ വിളിച്ചു പറയുക. അത് ചിലതിന്റെ മുൻപാകെ സ്വതവേ തുറക്കപ്പെടുകയില്ല. അങ്ങനെ സ്വതവേ ചിലത് തുറക്കപ്പെടുകയില്ല. ശക്തിയോട് ശത്രു അടച്ചതായാലോ ഇതുവരെക്കാതെ ചില വാതിലുകള് ദൈവത്തിന്റെ മുൻപാകെ തുറക്കപ്പെടാൻ പോകുകയാ. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇതുവരെക്കാതെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന ചില വാതിലുകൾ. അപ്പോസ്തലപ്രവൃത്തി 12 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ ഇങ്ങനെ ഒരു പദമുണ്ട്, വാതിലുകൾ സ്വതവേ. ചങ്ങലയടിഞ്ഞ പത്രോസിന് സന്തോഷമായി. ഇനിയിപ്പോ ആമേൻ സ്തോത്രം, ദൂതന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ചങ്ങല കഴിഞ്ഞു. അത് മനസ്സിലിങ്ങനെ പ്ലാനൊക്കെ ഇട്ടു, എന്തൊക്കെ ചെയ്യാം. ചങ്ങല ബന്ധനം പൊട്ടിയല്ലോ, വാസപ്രാർത്ഥനയ്ക്ക് ബന്ധനം കഴിഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുമ്പോൾ അടുത്ത ദൂത്, പത്രോസേ എന്റെ പിന്നാലെ വാ. അങ്ങനെ ഞാനാണ് പത്രോസായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ദൂതനെ താങ്കൾ തന്റെ പണി നോക്ക്, എന്റെ കാര്യം ഈ ബന്ധമായിരുന്നു, അത് അഴിഞ്ഞു, ഇനി നിന്റെ പുറകെ വരാൻ എന്നെ കിട്ടുകയില്ല. മുതല മുഴുവൻ അപ്പൻ പകത്ത് കൊടുത്തപ്പോ മുഴുവൻ പുത്രം പറഞ്ഞു, അപ്പ ഞാൻ പോവുക. എന്നാ ഇനി അപ്പനുമായിട്ടൊരു ബന്ധമില്ല, അപ്പന്റെ വീടുമായിട്ടും ഒരു ബന്ധം ഇല്ല. അപ്പൻ ദൈവത്തിന് സാദൃശ്യമാണെങ്കിൽ വീട് ദൈവസഭയ്ക്ക് സാദൃശ്യമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പനോട് പറഞ്ഞ, അപ്പ ദൈവത്തോടും ബന്ധമില്ല, ദൈവസഭയോടും ഇനി ബന്ധമില്ലെന്ന് പറഞ്ഞ അവൻ കിട്ടിയത് മുഴുവനും കൊണ്ട് കൂട്ടിച്ചർച്ചിപ്പിച്ചു. അവസാനം കുത്തുമാണ് എടുത്ത്. അന്നേരമാണ് മനസ്സിലായത് അപ്പന്റെ വീട്ടിലെ നന്മ. എടുത്തു പറയത്തക്ക നന്മകളൊന്നും ദൈവസഭയ്ക്കകത്തില്ലെങ്കിലും ഇന്ന് പകൽക്കല ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ആമേൻ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തമ്പുര ഈ സഭയുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങളെ സ്നേഹിച്ച് കരം പിടിച്ച് നടത്തിയത്, ഇന്നലകളിൽ നിങ്ങളുടെ തലമുറകളെ മാനിച്ച ദൈവം, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയുടെ വഴികളെ തുറന്നു തന്നത്, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളുടെ ആമേൻ കണ്ടറിഞ്ഞ് വ്യത്യാസം വരുത്തിയ, ആമേൻ നിങ്ങളുടെ തലമുറ നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ഇന്നലകളിൽ നിങ്ങളെ ചേർത്തണച്ച ദൈവ സ്ഥാനത്ത് ഇതിനകം കൊണ്ട് അതേ മാനുഷികമായ മഹത്വങ്ങൾ എടുത്തു പറയാം. ഇതിനകത്തില്ലെങ്കിൽ Hallelujah, glory to God, hallelujah, hallelujah. Hallelujah. Glory to God, glory to God, hallelujah. ഞാനാണ് പറഞ്ഞത് ദൂതനോട്, ഇനി ഒക്കത്തില്ല ദൂത, പണിക്ക് നോക്കിക്കോ, ഇനിയിപ്പോ എനിക്ക് പുത്തരിക്കണ്ടത്ത് പോകണം, അവിടെ ഒരു ക്രൂസൈഡ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലായോ, ദൂതൻ പറഞ്ഞ, പത്രോസേ എന്റെ പുറകെ വാ. ഞാൻ ചിന്തിക്കുക, പത്രോസ് വീണ്ടും ചോദിച്ചോട്ടെ, എന്താ അതിന്റെ പുറകെ വരേണ്ട കാര്യം? ഇനിയിപ്പോ നമുക്ക് ആ ദൂതനെ പാസ്റ്റർ വരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്ക് ഇല്ല. പ്രാർത്ഥിച്ചതിനൊക്കെ വളരെ നന്ദി. പക്ഷേ ദൂതൻ പത്രോസ് ചങ്ങല എഴുതിയില്ല. പക്ഷേ നീ ഇപ്പോഴും നിൽക്കുന്നത് താണതറിക്കാത്ത ചില വാതിലുകൾ കൂടെ നിന്റെ മുമ്പിൽ പ്രതികൂലമായിട്ടുണ്ട്. ചില പ്രതികൂലങ്ങൾ കൂടെ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടപ്പുണ്ട്. നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാതെ, നിന്നെ ഈ സ്വതന്ത്രമായി പുറത്തു കാണിക്കാതെ, ലോകത്തിന് മുൻപാകെ നിന്നെ കാണിക്കാതെ ഇതിനകത്ത് വെച്ച് പിന്നെയും നിന്നെ വെട്ടിക്കുക ശക്തിയുള്ള ചില വീരന്മാർ, ചില കാവൽക്കാർ ഇതിനകത്തുണ്ട്. നിന്റെ കൈവേഗം അഴിയുന്ന ചങ്ങലി ഇതിനകത്തുണ്ട്. ഇനി നീ തടവറയ്ക്കകത്തല്ല കിടക്കേണ്ടത്. ഇനി പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നീ വരണം. ഈ തടവറയ്ക്കകത്ത് കിടക്കുന്നവരോളം കാലം ഈ ചങ്ങലകൾ നിനക്ക് സ്വന്തമാണ്. പക്ഷേ ഇത് വീഴണമെങ്കിൽ, ഇല്ലാതാകണമെങ്കിൽ അവരെ പത്രോസേ നീ തടവറയ്ക്കകത്തല്ല കിടക്കേണ്ടത്. അവരെ നീ എന്റെ പിന്നാലെ വാ. നീ പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മധ്യത്തിൽ ചെല്ലണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എടുത്തു പറയാൻ, മഹത്വവും ചൂണ്ടിക്കാണിക്കാൻ, സ്വന്തമെന്ന് പറയാൻ ഒരാലയവുമോ നമുക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഞാനത് ചിന്തിച്ച് വിഷമിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യമത്രേ ഉള്ളൂ. ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയ ലോത്ത് പട്ടണങ്ങൾ പണിത് പട്ടണവാദിക്കൽ ഇരുന്നപ്പോൾ, ആമേൻ, ദൈവ വിളി കേട്ടിറങ്ങിയ അബ്രഹാമിന് പണിയാൻ കൂടാരമല്ലാതെ മറ്റൊന്നും ഇല്ല. കൂടാരം താൽക്കാലികമാ, കൂടാരമല്ലാതെ മറ്റൊന്നുമില്ല. കൂടാരം പാർത്തുകൊണ്ട് കൂടാരവാദിക്കൽ ഇരിക്കുന്ന അബ്രഹാം, അവൻ കൂടാരം താൽക്കാലികമാ. കൂടാരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എടുത്ത് ദൈവശബ്ദം കേൾക്കുമ്പോൾ
കൂടാരവും ഊരിക്കൊണ്ട് പോകണം. അതാ കൂടാരം. പക്ഷെ അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്. അബ്രഹാം എവിടെയൊക്കെ കൂടാരം അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അബ്രഹാം ദൈവത്തിന് ഒരു യാഗപീഠം പണിതിട്ടുണ്ട്. അറിയാമോ? എവിടെയൊക്കെ അബ്രഹാം കൂടാരം അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു യാഗപീഠം. അതിന്റെ അർത്ഥം അബ്രഹാമിന്റെ കൂടാരത്തിന്റെ കുറ്റി ഊരിക്കൊണ്ടുപോയാലും ദൈവത്തിന് വേണ്ടി പണിത യാഗപീഠം അവിടെ നിലനിൽക്കും. എത്രവർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, അബ്രഹാം ദൈവം ശില്പിയായി പണിതിരിക്കുന്ന നിത്യകൊട്ടാരത്തിന് വേണ്ടി, ആ നിത്യമഹരത്തിന് വേണ്ടി തന്റെ തലമുറകളുമായി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം ആലയത്തിന്റെ മഹത്വം പറയാൻ നമുക്കില്ല, സംഘടനയുടെ പൊളിപ്പം പറയാൻ നമുക്കില്ല. പക്ഷെ നമുക്കൊന്നറിയാം, എന്നെ ഇതിനെ വിളിച്ചു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ തടവരുടെ പുറത്തു കൊണ്ടുവന്നാൽ അവരെ ചില നന്മകളിലേക്ക്, ചെന്നെത്താത്ത ചില മേഖലകളിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുക. ഇതുവരെ പിടിച്ചെടുക്കാത്ത ചില നന്മകളുടെ കൈവെള്ളയിൽ ഒതുങ്ങുക, ഇതുവരെ പ്രാപിക്കുവാൻ കഴിയാത്ത ചിലത് ദൈവം എനിക്ക് തരാം. പുതിയ വഴികളിലൂടെ, അവരെ പുതിയ തലത്തിലൂടെ ദൈവം എന്നെ കൊണ്ടുപോകുക. പുതിയ ശുശ്രൂഷകളിലേക്ക് ദൈവം എന്നെ കരം പിടിച്ച് ഉയർത്താം. പുതിയ ജീവിതത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുചെല്ലുക. നിന്റെ തലമുറകളെ പകുതി വഴി ദൈവം വിട്ടയച്ചു പോകുന്നില്ല. ഇന്ന് നീ പകച്ചു നിൽക്കാം. ഇന്ന് നീ പരാജയപ്പെട്ട വ്യക്തിയെ പോലെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിരാശ കടമയാകാം. എന്നാൽ ഇന്ന് പകൽക്ക് ഞാൻ ഭാവി വിളിച്ചു പറയാം, ഇതുവരെ കാണാത്ത ഒരു പുതിയ മേഖലയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധമായ നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. അതിന് തടസ്സമായി നിന്റെ മുമ്പാകെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളുണ്ട്. ഇന്ന് പകൽക്കത് നീ തുറക്കണ്ട. നിന്റെ മുമ്പാകെ സ്വന്തമായി തുറന്നതാണ്. അതിന് പിന്നാലെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ട്. എന്ന് നീ ബന്ധനത്തിന്റെ അകത്തല്ല, ഇന്ന് നീ മുഖത്തിന്റെ കീഴിലല്ല, എന്ന് നീ അടിമത്തമല്ല, എന്ന് നീ തടവറക്കകത്തല്ല, എന്ന് നീ ബന്ധനസ്ഥനാകാനല്ല. ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന സമയമാ. അതേ ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറുവാൻ പോകുന്നു. ഇന്ന് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ദൈവത്തിന് മകത്വം കൊടുത്ത് ആരാധിച്ചുകൊണ്ട് വിളിച്ചു പറയാ, ഇതിന്റെ ശാപഗ്രസ്തനല്ല, ഇതിന്റെ തടവറക്കകത്തല്ല, ഇതിന്റെ സ്വപ്നം കാണുന്നവരല്ല, ഒരു യാഥാർത്ഥ്യമായ ദൈവ പ്രവൃത്തിയിലേക്ക് ദൈവനെ കൊണ്ടുപോകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും പാട്ടുമുണ്ടായി. ഞങ്ങളുടെ നിലവിളി മാറി, ഞങ്ങളുടെ കണ്ണുനീര് മാറി, ഞങ്ങളുടെ വിലാപയാത്ര മാറി. ആമേൻ. സ്വർഗ്ഗം അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞങ്ങൾ അറിയാത്തൊരു വഴിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവമേ, പരിശുദ്ധമാകുന്ന തമ്മിൽ നോക്കി പ്രവചിക്കുന്നത് ദൂരമുണ്ട്. ആമേ, നീ ചിന്തിച്ചതല്ല നടക്കാൻ പോകുന്നത്, നീ കണക്കുകൂട്ടിയതല്ല നടക്കാൻ പോകുന്നത്, നിന്റെ വിചാരങ്ങളോ എന്റെ വിചാരങ്ങളോ അല്ല നടക്കാൻ പോകുന്നത്. ഇതുവരെ കാണാത്തൊരു മേഖലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും, നിന്റെ ദർശനം യാഥാർത്ഥ്യമാകും. നീ കണ്ട സ്വപ്ന, നീ ഭാവിച്ച ദർശനം എത്രയോ നാളാ പ്രാർത്ഥിച്ചിട്ട് മുടിയല്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് നീ മാറ്റിയിട്ട ചില വിഷയങ്ങൾ ഇന്ന് പറയുക. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കുകയാ. ദൈവം നിനക്ക് വേണ്ടി മറുപടി പറയുകയാ. സ്വർഗ്ഗത്തിന്റെ മക്കളെ തലത്തിലേക്ക് ഉയർത്തി മാനിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? ആരെ ദൈവസഭ പ്രാർത്ഥിക്കുന്ന സമയമായി മാറുമോ? ആരാധിക്കുവാൻ നീ തയ്യാറാണോ? ദൈവമകത്വത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സുബോധത്തോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളു. തലമുറയൊക്കെ പറഞ്ഞില്ലേ, എന്റെ തലമുറയ്ക്ക് മാത്രം ഈ ഒരു അവസ്ഥ, എന്റെ തലമുറ മാത്രം കണ്ണുനീർ കയറ്റില്ല, എന്റെ തലമുറയുടെ ഭാവി മാത്രം ഇങ്ങനെ നശിച്ചുവോ, എന്റെ തലമുറ മാത്രം ഇങ്ങനെ അസ്തമിച്ചുവോ? ഇല്ല. ഇത് പകൽക്കാലം നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാം, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കപ്പെടാം. യോസഫിന്റെ കർത്തവ്യം ഇവരുന്ന ഒരു സ്വപ്ന യോസഫ് കണ്ടു. എങ്ങനെ ഒരു പൊട്ട കിണറിനെ കൂടാനൊക്കുകയില്ല, ഒരു ഇസ്രായേലിയർക്ക് അതിനെ പറയാനൊക്കുകയില്ല, അവനൊരു ശത്രുവിനെ പറയാനൊക്കുകയില്ല, ഒരു തലമുറയ്ക്ക് അതിനെ അവസാനിപ്പിക്കാനൊക്കുകയില്ല. യോസഫേ, നിന്റെ കർത്തവ്യം വന്ന ഭരണ സർവശക്തമായ ദൈവമല്ല, അല്ലെങ്കിൽ ശോധനകളിലൂടെ, അല്ലെങ്കിൽ കഷ്ടതകളിലൂടെ അതിനെ നിവർത്തിക്കണം. നീ പ്രാപിക്കും.
വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാനിവിടെ അസ്തമിച്ചു പോകുകയില്ല, ഞാനിവിടെ പ്രകാശമുള്ള വിളക്കായി ശോഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്കിലേക്കൂടെ വിരാമം വരട്ടെ. സ്തോത്രം. പകൽക്കാലം സന്ദേശം മറക്കരുത്. സ്വപ്നം കാണാനല്ല, നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. തലമുറയെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ്. മറ്റുള്ള തലമുറകളെ കാണുമ്പോൾ എന്റെ തലമുറ മാത്രം നശിച്ചു പോയി, എന്റെ തലമുറ മാത്രം ഇങ്ങനെ ആയിപ്പോയി, എന്റെ തലമുറ നിമിത്തം എനിക്ക് സമാധാനമില്ലാത്തൊരു വ്യക്തിയായി ഞാൻ മാറി, എന്റെ കുടുംബത്തിനകത്ത് എന്റെ തലമുറ മധ്യവാദിയായി മാറി. ദൈവം അതിന് സ്ഥിതിക്ക് മാറ്റം വരുത്തും. വിശ്വസിക്കാൻ തയ്യാറാണ്. വിതയ്ക്കുന്നവന് ആർപ്പോടുകൂടി കൊയ്ത്തുണ്ട്. ഒരു കാലമുണ്ടെങ്കിൽ ചിരിക്കാൻ ഒരു കാലം. അതാണ് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം. സ്തോത്രം പറയാമോ? യാക്കോബിന്റെ ചരിത്രം അസ്തമിച്ചു പോയ ഹേരോദാവിന്റെ കാരാഗ്രഹത്തിന്റെ ഉള്ളവയിൽ പത്രോസ് വിചാരിച്ചു കാണും, എന്റെ ചരിത്രം ഇവിടെ അവസാനിക്കും. ഒരു പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് സ്വർഗഭവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ 2024 മെയ് മാസം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി വിളിച്ചു പറയാം, എന്ന പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നു. ഇന്നലെ കണ്ടവരെയല്ല, ഇന്ന് കണ്ടവരല്ല നമ്മൾ നാളെ. ദൈവത്തിന് ചിലത് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. തളർന്നു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. പ്രാർത്ഥനയിൽ മുന്നേറാം. നമ്മുടെ വായിൽ നിലവിളിയല്ല, കണ്ണുനീരല്ല, ശരിയുമാർപ്പ് തന്നുകൊണ്ട് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. നമ്മുടെ ഭാവി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ തലമുറയുടെ ഉന്നതി ഒക്കെ ദൈവം ഒരുക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി ഈ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. തലകളെ വണക്കം, എല്ലാ കണ്ണുകളടയട്ടെ.